പൂനെയിലെ നല്ല ബിരിയാണി തേടി 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 ഞാനിപ്പോൾ എത്തിയത് കലയവടയുള്ള കേരള കഫേ. ആദ്യം ഇത് കൈരളി കഫേ ആണോ പിന്നെ കേരള കഫേ ആണോ എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു കൊളീഗ്സാണ് ഇത് പറഞ്ഞത് കേട്ടോ. അവിടുത്തെ ബിരിയാണി പൊതിസദ്യ എല്ലാം നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തിയത്. അപ്പം കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് അവിടെ എത്തി. ഫസ്റ്റ് പറഞ്ഞത് മലബാർ ദം ബിരിയാണി ആയിരുന്നേ. ചമ്മന്തി ഉണ്ടായിരുന്നു, സലാഡ് ഉണ്ടായിരുന്നു, നല്ല പൊരിച്ച ചിക്കൻ ഉണ്ടായിരുന്നു, ഒരു മുട്ടയുണ്ടായിരുന്നു. മുട്ട മസ്റ്റാണ്. കോഴി ഉണ്ടാവും മുട്ടയും കൂടി ഉണ്ടാകുന്നതാണ് ഇവിടുത്തെ എല്ലാം ബിരിയാണിയിൽ. നാട്ടിലിപ്പോൾ മുട്ട ഇട്ടുണ്ടോയെന്നുള്ള ആർക്കറിയില്ല കേട്ടോ. അപ്പോൾ ചിക്കനും മസാലയും കൂട്ടി ഒരു പിടിപിടി 375 രൂപയാട്ടോ ഈ ബിരിയാണീൻ്റെ പ്രൈസ്. പായസം ഉണ്ടായിരുന്നേ, ലെമൺ ടീ മസ്റ്റ് കേട്ടോ. ബിരിയാണിക്ക് ശേഷം ലെമൺ ടീ മസ്റ്റ്. അങ്ങനെ ഇരട്ടിക്കാരായതുകൊണ്ടേ ഇവന്മാരെ പിന്നെയും ട്രൈ ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹം. അങ്ങനെ ഞാൻ പറഞ്ഞു ഒരു പൊതിസദ്യക്ക് പറഞ്ഞു. അപ്പോൾ സ്വിഗ്ഗിയിൽ ഓർഡർ അടിച്ചു. അയാളെയും കാത്തുള്ള നിപ്പ കേട്ടോ. സാധനം കിട്ടി 425 രൂപയായിരുന്നു. എഗ്ഗ് ഉണ്ട്, അതിൽ 2 ചിക്കൻ പീസ് ഉണ്ട്. ബിരിയാണി നന്നായതുകൊണ്ട് പൊതിസദ്യ നന്നാവും എന്നുള്ള ഒരു ഇതിലായിരുന്നു. സദ്യ എന്ന് പറയാൻ പാടില്ല കേട്ടോ, അത് വലിയൊരു മിസ്റ്റേക്കാണെന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കി. സദ്യ എന്ന് വെച്ചാൽ പ്യുവർ വെജ്. നമ്മളെ കണ്ണൂർക്കാരെ ഉഡായ്പ സാധനമൊന്നും ഇവിടെ നടക്കില്ല കേട്ടോ. ഇപ്പോൾ സദ്യയല്ല, ചോറിൻ്റെ അപ്പുറം പപ്പടവും 2 ചിക്കൻ പീസും ഒരു മുട്ട ഓംലേറ്റും ഒരു മോര് കറിയും ഒരു സാമ്പാറൊക്കെ ഇട്ടിട്ടുള്ള ഒരു സാധനമൊക്കെ കിട്ടി. നല്ല കവർ കേട്ടോ ഇവരെ, നല്ല പാക്കിങ്ങോ, അതെനിക്കിഷ്ടമായി. ഒരു തുള്ളി പുറത്തേക്ക് പോയിട്ടില്ല. കിട്ടിയതൊരു മലയാളപത്രം. കുറേ കാലമായ ഒരു മലയാളപത്രം വായിച്ചിട്ട്. കുറച്ച് മുന്നേ കിട്ടിയിരുന്നത് ഞാൻ ഇരുന്ന് വായിച്ചിട്ട് മാത്രമേ ഇത് കഴിക്കുമായിരുന്നു. പക്ഷേ ടൈം 2:30 ആയതുകൊണ്ട് റിസ്കിനൊന്നുമില്ല. എൻ്റെ പേരാണല്ലോ, ഒച്ചപ്പാടും ബഹളവും നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതേത് എഡിഷനാണെന്നാണ് ഞാൻ ഇങ്ങനെ തപ്പി നോക്കിയാൽ. മുംബൈ എഡിഷനല്ല, ചിലപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരിക്കും. ചമ്മന്തി ഉണ്ട് കേട്ടോ, ചെറുങ്ങനെ ഇല ലീക്കായിട്ട് ചമ്മന്തി ചട്ടം പുറത്തേക്ക് കൊള്ളിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഇലയല്ലേ വാട്ടിയാലും ലീക്കാവും. നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഡോൺ വറി കൈരളി കഫേ, സോറി കേരള കഫേ. ആ ഇല തുറക്കുമ്പോൾ തന്നെയുള്ള ആ മണമുണ്ടല്ലോ. ഈ ഇല ബിരിയാണീൻ്റെ ഒരു വലിയ ഫാനാണ് കേട്ടോ ഞാൻ. ബിരിയാണി മാത്രമല്ല, ഇല സദ്യ മൊത്തം അത് തുറക്കുമ്പോൾ ഒരു സ്മെല്ല് വരാനുണ്ട് എൻ്റെ സാറേ. ചിക്കൻ പീസ് 2 എണ്ണം സൈഡാക്കി നിൽക്കൂ. ചമ്മന്തിൻ്റെ കളർ അതിലെല്ലാം ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. ചമ്മന്തി, മുട്ട ഓംലേറ്റ്, സിംഗിൾ ഓംലേറ്റാണ് കൈരളി നിങ്ങളെനിക്ക് തന്നത്. പപ്പടം ഒരു പപ്പടയുള്ളായിരുന്നു. കുഴപ്പമില്ല. പക്ഷെ പൈസക്കൊരു 2 പപ്പടം തരായിരുന്നു. സാമ്പാറിനെ കുറ്റം പറയാതെ എനിക്ക് വയ്യ. ഈ തെക്ക് ോട്ടുള്ള കേരളത്തിലെ സാമ്പാർ കായം കലക്കിയിട്ടുള്ള അതാണ് പോലും പ്രോപ്പർ സാമ്പാർ. പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെടുന്നേ ഇല്ല. സാമ്പാർ എന്നെല്ലാം പറയുമ്പോൾ എല്ലാം വറുത്തരച്ച് അതിൻ്റെ അകത്ത് പോർന്ന്, അതാണ് സാമ്പാർ. കണ്ണൂർ കോഴിക്കോട് ഭാഗത്തെ സാമ്പാർ. പക്ഷേ ഇതിനെപ്പറ്റി ഒരു ബ്രീഫ് ഡിസ്കഷൻ നടത്തിയപ്പോൾ ഞാനത് മനസ്സിലാക്കി. അതിനെ തീയൽ എന്നാണ് പറയുക തെക്ക് ഭാഗത്ത്, സാമ്പാർ എന്നല്ല. പക്ഷെ നമ്മൾ തീയലിനെയാണ് സാമ്പാർ എന്ന് പറയുന്നത്. എന്തിരുന്നാലും കുഴപ്പമില്ല, രസമുണ്ടായിരുന്നു, കഴിച്ചു. പക്ഷേ ഈ കായം കലക്കിയ സാമ്പാർ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് സാമ്പാറിന് ഞാൻ റിവ്യൂ ഇടുന്നില്ല. പക്ഷേ ഇത് മാത്രമേ ബാക്കി ദുബായിലും എവിടെ പോയാലും നമുക്ക് കിട്ടുമെന്നുള്ളതുകൊണ്ട് ഓക്കെ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. കൊള്ളാം. ഓക്കെ ഞാൻ തിന്നിട്ട് വരട്ടെ. ഓക്കെ ബൈ. കൈരളീനെ ഞാൻ വിടാൻ ഒരു ഉദ്ദേശമില്ല കേട്ടോ. ഇനി ഒരു സാധനം കൂടി ഞാൻ ഓർഡർ ചെയ്യുന്നുണ്ട്. മലബാർ ദം ബിരിയാണി അല്ലാത്ത കൈമ റൈസ് ബിരിയാണി. അത് നാളെ ചെയ്യാം കേട്ടോ. നാളെ ചെയ്ത് സാധനം കിട്ടി. കൈ അബദ്ധം പറ്റിയതാണോ എന്താണോന്നറിയില്ല. ഒട്ടും ഉപ്പില്ലായിരുന്നു.
ഇട്ട ചങ്ങായി ഇടാൻ മറന്നു പോയതായിരിക്കും. സലാഡ് ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, ചമ്മന്തി ഒന്നും ഇല്ലായിരുന്നു. കുഴപ്പമില്ല. പക്ഷേ സലാഡിൻ്റെ അകത്ത് ഉപ്പുള്ളതുകൊണ്ട് അതൊഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ആ ബിരിയാണീൻ്റെ ആ ഒരു ഫീൽ എനിക്ക് ഈ ബിരിയാണി കിട്ടിയില്ല. പക്ഷേ ആദ്യം കഴിച്ച മലബാർ ബിരിയാണിയിൽ നല്ല ഫീൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. കൈമ റൈസുകളിലും വെച്ചാക്കുമ്പോൾ നല്ല അടിപൊളി, സാരമില്ല, അത് ബൈ മിസ്റ്റേക്ക്, എപ്പോഴെങ്കിലും ഒരു തെറ്റല്ലോ എല്ലാവർക്കും പറ്റും. ഓക്കെ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. എന്തായാലും കൊള്ളാം. ഇനി പിന്നെ കാണാം. കൈരളി ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ.